ഭാരത സൈന്യത്തെ അവഹേളിച്ച് തെലങ്കാന മുഖ്യമന്ത്രി. ഓപ്പറേഷൻ സിന്ദൂർ പരാജയമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. പാകിസ്ഥാൻ നമ്മെ ആക്രമിച്ചപ്പോൾ നാം പ്രതികരിച്ചില്ല എന്നാണ് രേവന്ത് റെഡ്ഡിയുടെ പരിഹാസം. അതേസമയം രേവന്ത് റെഡ്ഡി പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയാണെന്ന് BJP ആരോപിച്ചു. పక్కన బండి సంజయ్ రెండో పక్కన కిషన్ రెడ్డి కేంద్ర మంత్రులు అయినరు. బుడ్డ పైసైనా తెచ్చిండ్రా వీళ్ళని నేను అడుగుతున్నా. ఎన్నడన్నా కేంద్ర మంత్రిగా కిషన్ రెడ్డి మన గల్లీకి వచ్చిండా? మన సమస్యలు అడిగిండా? మనం ఎట్లున్నారో చూసిండా? ఇవాళ ఉప ఎన్నికలు రాగానే ఇవాళ మా అభ్యర్థిని గెలిపించండి, కార్పెట్ బాంబింగ్ చేస్తారంట. సిగ్గుండాలనా? పాకిస్తాన్ వాడు ముడ్డి మీదంటే ఆడపోయి బాంబులు అయ్యావు కానీ జూబ్లీ హిల్స్ వచ్చి బీజేపీ కార్పెట్ బాంబింగ్ చేస్తారంట. మీ బాబు జాగీరా బీజేపీ ఇది. ശ്രീകാന്ത് ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത്, രാജ്യവിരുദ്ധ പരാമർശമാണ് തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ഭാരത സൈന്യത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഈ പാകിസ്ഥാനും രാഹുൽ ഗാന്ധിയും ആദ്യഘട്ടത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എന്ത് നരേറ്റീവാണോ കൊണ്ടുവരാൻ ശ്രമിച്ചത് അത് തന്നെ തെലങ്കാന മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവും കൂടിയായ രേവന്ത് റെഡ്ഡി നടത്തുന്നു എന്നാണ് ഇതിനെ കാണേണ്ടത്. ജൂബിലി ഹിൽസിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടിയിലാണ് രേവന്ത് റെഡ്ഡി ഇന്ത്യൻ സൈന്യത്തെ അപമാനിച്ച് അവഹേളിച്ച് രംഗത്തെത്തിയത്. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ തിരിച്ചടിക്കുന്നതിന് പകരം ഇന്ത്യ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇന്ത്യക്കൊന്നും ചെയ്യാൻ തന്നെ സാധിച്ചില്ല എന്നാണ് ഇയാൾ ചൂണ്ടിക്കാണിച്ചത്. അത് പാകിസ്ഥാനാണ് ആദ്യം അങ്ങനെയൊരു കാര്യം പറഞ്ഞത്. പിന്നീട് അത് രാഹുൽ ഗാന്ധി ഏറ്റെടുത്തു. ഇപ്പോഴിതാ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കൂടിയായ രേവന്ത് റെഡ്ഡി കൂടി ഇത് ഏറ്റെടുക്കുന്നു. സമ്പൂർണമായി ഇന്ത്യൻ സൈന്യത്തെ, ഈ രാജ്യത്തെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും. നേരത്തെ കോൺഗ്രസിന്റെ MP ഇമ്രാൻ മസൂദും സമാനമായ രീതിയിൽ സർജിക്കൽ സ്ട്രൈക്കിനെ അപമാനിച്ച് രംഗത്ത് വന്നിരുന്നു. സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും രേവന്ത് റെഡ്ഡിയെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രതികരണമേ വരാൻ സാധ്യതയുള്ളൂ. കാരണം രാഹുൽ ഗാന്ധി തന്നെയാണ് ഇങ്ങനെയൊരു പ്രചാരണത്തിന് തുടക്കമിട്ടത്. പാകിസ്ഥാൻ നറേറ്റീവ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതേപടി തുടരുന്നു കോൺഗ്രസ്. ശരി.